കോച്ച് ഡേവിഡ് കറ്റാലയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് റെലിഗേഷൻ മുഖാന്തരം അല്ലെങ്കിൽ റെലിഗേഷനെ ഫേസ് ടു ഫേസ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നാണ് മിഡ് സീസണിൽ അദ്ദേഹത്തെ പുറത്താക്കി ആഷ്ലി വെസ്റ്റ്വുഡ് എന്ന് പറയുന്ന പരിശീലകനെ ടീമിലേക്ക് എത്തിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ചിറകിലേറി അവസാന 4 കളികളിലും തോൽവിയറിയാതെ ഒരു മികച്ച ഡ്രീം റൺ തന്നെ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തുടരുന്നതും. കേരള ബ്ലാസ്റ്റേഴ്സിന് അവസാന 4 കളികളിൽ 3 വിജയത്തോടു കൂടി നിലവിൽ 11 മത്സരങ്ങളിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് ഉള്ളത് 11 പോയിന്റുകളാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു മികച്ച ഒരു കംബാക്ക് തന്നെയാണ് ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുള്ളത്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് അറിയേണ്ടതായിട്ടുള്ളൊരു കാര്യം, ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് റെലിഗേഷനിലേക്ക് നീങ്ങുവാനുള്ള സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ, അതായത് ഇനി റെലിഗേഷനിലേക്ക് ബ്ലാസ്റ്റേഴ്സ് ചെന്നെത്തുവാനുള്ള സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കലി, അതായത് മാത്തമാറ്റിക്കലി ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സ് റെലിഗേഷനിലേക്ക് നീങ്ങുവാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സ് ഇനി അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നീങ്ങാതിരിക്കുവാൻ തന്നെയാണ് കൂടുതലും സാധ്യതകളുള്ളത്. എങ്കിൽ പോലും മാത്തമാറ്റിക്കലി നമ്മൾ പറഞ്ഞ ഒരു കണക്കൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ 14ാം സ്ഥാനത്ത് നിൽക്കുന്നത് മുഹമ്മദൻസ് എസ് ആണ്. അവർക്ക് ഉള്ള പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 മത്സരങ്ങൾ ബാക്കി, അവരുടെ 13 മത്സരങ്ങളിൽ അവർക്ക് ഇനി ബാക്കിയുള്ളത് 4 മത്സരങ്ങളാണ്. സോ ആ ഒരു സാഹചര്യത്തിൽ മുഹമ്മദൻസിന് നിലവിൽ 2 പോയിന്റ് മാത്രമാണ് ഉള്ളത്. 9 കളി മാത്രമേ അവർ കളിച്ചിട്ടുള്ളൂ, 4 കളി ബാക്കിയുണ്ട്. പോരാത്തതിന് അവർക്ക് ഇനി മാക്സിമം അച്ചീവ് ചെയ്യുവാനായിട്ട് പറ്റുന്ന പോയിന്റ് എന്ന് പറയുന്നത് 14 പോയിന്റാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 11 കളി കളിച്ച് ഇനി 2 കളി മാത്രം ബാക്കിയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി മാക്സിമം 2 കളി മാത്രമാണുള്ളത്. ഇനി മാക്സിമം അച്ചീവ് ചെയ്യുവാനായിട്ട് പറ്റുന്നത് 17 പോയിന്റാണ്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 9ാം സ്ഥാനത്താണ്. എങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഒരു സേഫ് സോണിലാണ് എന്ന് തന്നെ പറയാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഇപ്പോഴും നമ്മൾ മാത്തമാറ്റിക്കലി ബ്ലാസ്റ്റേഴ്സ് പൂർണ്ണമായും റെലിഗേഷനിൽ ഔട്ടായിട്ടെന്ന് പറയുവാനായിട്ട് സാധിക്കത്തില്ല. എങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ ഒരു സാഹചര്യം വെച്ച്, അതായത് ഔട്ടാവത്തില്ല, അത് റെലിഗേഷനിലേക്ക് കടക്കത്തില്ല എന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി സാധിക്കുന്നത്. എങ്കിൽ പോലും നമ്മൾ മുഹമ്മദൻസിനെ വെച്ച് കൺസിഡർ ചെയ്താണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ടീമുകൾ ഇടയ്ക്കുണ്ട്, പക്ഷെ നമ്മൾ അവരെയൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്ന ക്ലബിനെ വെച്ചാണ് നമ്മൾ ഈ ഒരു റെലിഗേഷൻ സോൺ നടക്കുന്നത്. സോ അതിൽ തന്നെ ലാസ്റ്റ് നിൽക്കുന്നത് മുഹമ്മദൻസ് ആയതുകൊണ്ടാണ് അവരെ മാത്രം കൺസിഡർ ചെയ്ത് ഈ ഒരു കാര്യം പറയുന്നത്. സോ ഈ ഒരു സാഹചര്യത്തിൽ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് അടുത്ത 2 കളികളിൽ ഒരു കളി സമനിലയാവുകയും, അതായത് ഏതെങ്കിലും ഒരു കളി സമനിലയിൽ എത്തിക്കുവാൻ സാധിക്കുകയും, മുഹമ്മദൻസ് ഏറ്റവും അവസാനത്ത് നിൽക്കുന്ന മുഹമ്മദൻസ് ഒരു കളി പരാജയപ്പെടുകയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും കേരള ബ്ലാസ്റ്റേഴ്സ് റെലിഗേഷനിൽ നിന്ന് പൂർണ്ണ മുക്തി നേടുന്നതായിരിക്കും എന്നൊരു കാര്യം ഉറപ്പാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സീസൺ ഒരു സർവൈവിങ് സീസൺ ആയിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടൊരു സീസണായിരുന്നു. ബോയ്ക്കോട്ട്, ഈവൻ സ്വന്തം ഫാൻസിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഒരു ബോയ്ക്കോട്ടൊക്കെ തന്നെ നേരിട്ടൊരു സീസണാണ് ഈ സീസൺ എന്ന് പറയുന്നത്. സോ ആ ഒരു സാഹചര്യത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്രയും മികച്ചൊരു ഫൈറ്റ് ബാക്ക് നടത്തിയിട്ടുള്ളത്. സോ ഇത് കുറച്ചും കൂടി നേരത്തെ ആയിരുന്നുവെങ്കിൽ നിലവിലൊരു ട്രോഫി വിന്നിങ് മെൻറ്റാലിറ്റിയിലേക്ക് ബ്ലാസ്റ്റേഴ്സ് ടീമിന് മാറുവാനായിട്ട് സാധിക്കുമായിരുന്നു. എങ്കിൽ പോലും കുഴപ്പമില്ല. ഇനി ബ്ലാസ്റ്റേഴ്സിന് പുതിയ ടൂർണമെൻറ്റുകൾ, അതായത് സൂപ്പർ കപ്പ് ആവട്ടെ, അങ്ങനെ ഡ്യൂറൻ കപ്പ് ആവട്ടെ, ഇങ്ങനെ ടൂർണമെൻറ്റുകൾ വരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇനി കോച്ചിനെ മാറ്റി പുതിയൊരു പരിശ്രമം നടത്തുവാനായിട്ട് മാനേജ്മെൻറ്റ് ദയവ് ചെയ്ത് നടക്കാതിരിക്കട്ടെ, ആ ഒരു ലെവലിലേക്ക് മാനേജ്മെൻറ്റ് പോകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.